നമസ്കാരം. വോട്ടുകൊള്ളാൻ നടന്നിരുന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നു. വോട്ട് മോഷ്ടിച്ചു എന്നാരോപിക്കുന്ന 48 സീറ്റുകൾ ഏതൊക്കെയാണ്? ബംഗളൂരു സെൻട്രൽ എന്ന പേര് മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ 32,707 വോട്ടിനാണ് BJPയുടെ PC മോഹനൻ ജയിച്ചത്. തോറ്റത് കോൺഗ്രസിന്റെ മൻസൂർ അലി ഖാനും. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ചില വസ്തുതകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ 13,67,00,000 വോട്ടാണ് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മാത്രം വീണത്. അതിനൊപ്പം വെറും 9,450,000 വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ 46 എണ്ണം കൂടി വർദ്ധിക്കുമായിരുന്നു. 48 മുതൽ 35,000 വരെയുള്ള വോട്ടുകൾക്ക് ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടതാണ് ഈ സീറ്റുകൾ. BJPക്ക് അത്രയും സീറ്റുകൾ കുറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും ആകുമായിരുന്നു. ഇവ കൂടി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ BJPയുടെ സീറ്റുകളുടെ എണ്ണം 194 എന്ന നിലയിലേക്ക് വീഴുമായിരുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. എന്താണ് വോട്ട് കൊള്ളക്കഥയിലെ ശരിക്കണക്ക്? രാഹുൽ ഗാന്ധി ആ 48 സീറ്റുകൾ 8 ഘട്ടമായി പുറത്തുവിടുമെന്നാണ് പറഞ്ഞത്. വോട്ട് കൊള്ള ആരോപിക്കാൻ കൃത്യമായ തെളിവുകൾ വേണം. എന്നാൽ BJP ജയിച്ച ചില സീറ്റുകളും അവയിലെ ഭൂരിപക്ഷവും ഒന്ന് പരിശോധിക്കാം. പറയുന്നത് വസ്തുതയാണ് എന്ന് അറിയിക്കുന്നതിനായി ആ മണ്ഡലങ്ങളുടെ പേരും അവിടെ BJPക്ക് ലഭിച്ച ഭൂരിപക്ഷവും കാണുക. ജയ്പൂർ 1587, ജയ്പൂർ റൂറൽ 1615, കരിംഗഞ്ച് 18,360, അരരിയ 20,094, സരൺ 13,661, പഠാൻ 31,876, കുരുക്ഷേത്ര 29,021, സത്താര 31,771, കണ്ടമാൽ 21,371, ഭുവനേശ്വർ 35,152, അമ്രോഹ 28,670, മീററ്റ് 10,585, അലിഗഡ് 15,647, ബറേലി 34,804, ഹർദോയ് 27,856, മിസ്ട്രിക് 33,406, ഉന്നാവോ 35,818, ഫറൂഖാബാദ് 2,678, കാൺപൂർ 20,968, ഫുൽപൂർ 4,332, മഹാരാജ്ഗഞ്ച് 35,451, ദേവരിയ 3,150, ബലൂർഗഡ് 10,386, ബിഷ്ണുപൂർ 5,567, പുരൂലിയ 17,079, കാൻഗർ 1,884, മെഹബൂബ നഗർ 4,500. ഈ സീറ്റുകളിലെല്ലാം മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 3.5% താഴെ മാത്രമാണ് BJPക്ക് കിട്ടിയ ഭൂരിപക്ഷം. 10 ലക്ഷം വോട്ട് പോൾ ചെയ്യുന്ന മണ്ഡലത്തിൽ 35,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയാൽ പോലും 3.5% ആകുന്നുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം. മൊത്തം പോൾ ചെയ്ത വോട്ടാണ് നമ്മൾ പറയുന്നത്, ആകെ വോട്ടർമാരുടെ എണ്ണമല്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് 27 സീറ്റുകളുണ്ട്. ഈ 27 സീറ്റുകളും BJP ജയിച്ചവയാണ്. ഇതിനു പുറമെ BJPയുടെ സഖ്യകക്ഷികൾ ജയിച്ച സീറ്റുകളുമുണ്ട്. അവയുടെ കണക്കുകൂടി എടുത്താൽ 3.5% താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചവയുടെ എണ്ണം പിന്നെയും കൂടും. BJPയുടെ ചിഹ്നത്തിൽ ഇത്തവണ വീണത് 36.56% വോട്ട് മാത്രമാണ്. NDAയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും BJP ഒറ്റയ്ക്കാണ് മത്സരിച്ചത് എന്ന് മറക്കാനാവില്ല. 240 സീറ്റ് നേടിയ BJPക്ക് 36.56% വോട്ട്. 99 സീറ്റ് മാത്രം ജയിച്ച കോൺഗ്രസിന് 21.19% വോട്ട്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മത്സരിച്ചത് പകുതി സീറ്റുകളിൽ പോലുമില്ല എന്നുകൂടി ഓർക്കുക. പശ്ചിമ ബംഗാളിലൊക്കെ സഖ്യം പോലും ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിൽ DMKയും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമൊക്കെയാണ് മുഖ്യ കക്ഷികൾ. മഹാരാഷ്ട്രയിൽ 1/3 മാത്രമാണ് കോൺഗ്രസ്. ഇത്രയും വസ്തുതകൾ പറഞ്ഞാൽ തന്നെ തോറ്റത് വലിയ വ്യത്യാസത്തിലല്ല എന്ന് കോൺഗ്രസിന് സമർത്ഥിക്കാനാകും. ഇപ്പോൾ ബീഹാറിൽ നടത്തുന്ന റാലി നോക്കുക. അതിന്റെ വിഷയം വോട്ട് ചോരിയാണ് അഥവാ വോട്ട് കൊള്ളയാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ കുതിപ്പ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത്. രാഹുൽ ഗാന്ധിയുടെ ആ യാത്ര ഉണ്ടാക്കിയ സ്വാധീനം അളക്കുന്നതിൽ BJP സംവിധാനം വലിയ തോതിൽ പരാജയപ്പെട്ടു എന്നാണ് ഫലം വന്നപ്പോൾ വ്യക്തമായത്. ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന റാലിയുടെ നേട്ടമുണ്ടാവുക കോൺഗ്രസിനാകില്ല, RJDക്കാകും. പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വോട്ട് ചോരി ബീഹാറിൽ വലിയ വിഷയമാണ്. കാരണം അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 65 ലക്ഷം പേരാണ്. അവരുടെ ഇടയിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര.
ബീഹാറിൽ പട്ടികയിൽ നിന്ന് പുറത്തുപോയവരെ നോക്കിയിട്ടുണ്ടോ? അവരുടെ പേര് വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാകും: ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. പതിറ്റാണ്ടുകളായി ബീഹാറിൽ ജീവിച്ചു വരുന്നവരാണ്. രാഷ്ട്ര വിഭജന കാലത്ത് തന്നെ ബീഹാറിൽ ഉണ്ടായിരുന്നവരാണ്. അവരൊക്കെയാണ് ഇനി പൗരത്വം തെളിയിച്ച് പട്ടികയിലേക്ക് മടങ്ങി വരേണ്ടത്. അവർക്കിടയിലൂടെയാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന സ്വാധീനം പ്രവചനാതീതമാണ്. വോട്ടുചോരി യാത്രയിലെ ജനങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ് ആ യാത്ര വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ കാരണം. ആ ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വന്നുപെട്ട ഒരു സ്ഥിതിയുണ്ട്. സമ്പൂർണമായും സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും നിഴലിലാണ് വോട്ടെടുപ്പ്. മുൻകാലങ്ങളിലൊക്കെ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കാറുണ്ട്. അതൊന്നും താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്താറില്ല. എന്നാൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വോട്ടുകൊള്ള ഓരോരുത്തരും തൊട്ടറിയുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 65 ലക്ഷം വോട്ടർമാരെ ഒറ്റയടിക്ക് വെട്ടിനീക്കുക, ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തെ പരിഹസിക്കുക, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന നിലയിൽ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉപയോഗിച്ച ഭാഷയുണ്ട്. ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പോലും ഹിന്ദിയിൽ ആയിരുന്നു സംസാരം. കാൺപൂർ IITയിൽ പഠിച്ച, ഹാർവാർഡിൽ ഉപരിപഠനം നടത്തിയ ഗ്യാനേഷ് കുമാർ സ്വന്തം പേരിനെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. ഗ്യാനേഷ് അല്ല, മലയാളത്തിൽ ജ്ഞാനേഷ് ആണെന്നാണ് ആ അഭിമാനത്തോടെയുള്ള വർത്തമാനം. ഈ കമ്മീഷണർക്ക് എന്തെങ്കിലും ജ്ഞാനമുണ്ടോ എന്ന സംശയമാണ് വാർത്താ സമ്മേളനം കണ്ട ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായത്. S കൃഷ്ണകുമാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്നതിന്റെ റെക്കോർഡ് ഗ്യാനേഷ് കുമാറിനാണ്. ദർബാർ ഹാൾ മൈതാനത്തിലെ പുൽത്തകിടിയൊക്കെ തന്റെ ഭാവനയിൽ വിരിഞ്ഞ പദ്ധതികളാണെന്ന് ഗ്യാനേഷ് അവകാശപ്പെടാറുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമല്ല, അത്യാവശ്യം ഫ്രഞ്ച് വരെ അറിയാവുന്നയാളാണ്. ഭാഷ അറിഞ്ഞിട്ട് കാര്യമില്ല, എന്ത് പറയുന്നു എന്നതിലാണ് കാര്യം. ഏതു ചോദ്യം വന്നാലും ആദ്യം പറഞ്ഞത് തന്നെ ഹിന്ദിയിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് എന്തിനു വേണ്ടിയാണ്? വോട്ട് ചോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യത്തിനും മറുപടി ഉണ്ടായില്ല. അതോടെ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെ പ്രസക്തി പല മടങ്ങ് വർദ്ധിച്ചു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും പരിഹാസ്യമായ സ്ഥിതി മുമ്പ് ഉണ്ടായിട്ടില്ല. BJPയുടെ പാർട്ടി ഓഫീസിൽ നിന്നെന്നതുപോലെ ആയിരുന്നു സംസാരമെന്നാണ് ഉയർന്ന വിമർശനം. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് തോന്നുന്നത് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൂടി സംശയമറയിലായാൽ പിന്നെ പാവങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയും ബാക്കിയില്ല എന്ന് പറയേണ്ടി വരും. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.